അലർജി ഉള്ളവരാണോ? ഈ ഒരു ശീലം ശരിയാക്കി നോക്കൂ. അലർജിയിൽ നല്ല മാറ്റം ഉണ്ടാവും. അലർജി ഉള്ള ആളുകൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രോപ്പർ ആയിട്ട് ഒരു ഉറക്കമാണ്. ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന പ്രവണത ഇന്ന് വളരെയധികം കൂടുതലായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉറക്കം ശരിയാക്കിയാൽ തന്നെ നിങ്ങളുടെ അലർജിയിൽ നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഇങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന റിപ്പയർ നടക്കുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുടലിൽ കൂടുതലായിട്ട് നല്ല ബാക്ടീരിയ ഉണ്ടാവാനും അതുപോലെ തന്നെ കുടലിന്റെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുവഴി തന്നെ ഹിസ്റ്റമിൻ റിലീസ് കുറയുകയും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തുമ്മല്, മൂക്കൊലിപ്പ്, ഈവൻ അർട്ടിക്കേരിയ പോലും കുറയാൻ ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല, അധിക ആളുകളും രാത്രി ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഹാബിറ്റും കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ഗട്ട് ബ്രെയിൻ ആക്സസ് ഉണ്ട്. ഗട്ടിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ വഴി തന്നെ കൂടുതൽ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യാനും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവാൻ അത് കാരണമാവുന്നുണ്ട്. കൂടുതൽ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ ഉറക്കക്കുറവ് കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങേണ്ടതാണ്. ഒരു ഉറക്കത്തിന് വേണ്ടി തന്നെ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു മണിക്കൂർ മുന്നേ TV അതുപോലെ ഫോണൊക്കെ മാക്സിമം സ്ക്രീനുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കിടക്കുന്ന റൂം ഡസ്റ്റ് ഫ്രീ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ഉറങ്ങാതിരിക്കുക. നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഉറക്കം കിട്ടുന്നതാണ്. അതുവഴി തന്നെ നിങ്ങളുടെ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ കുറയുന്നതാണ്. നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ അലർജി എന്ന് കമന്റ് ചെയ്യൂ.